ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി സ്കൂളിലേക്ക് നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ധർമ്മടം മണ്ഡലത്തിലെ അമല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനായി പിണറായി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പതിവ് പോലെ പിണറായി വിജയൻ CP നേതാവായ ശ്രീ ചന്ദ്രനൊപ്പം കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായി മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സാധാരണ അങ്ങനെ തന്നെയാണ്, നടന്നാണ് പോളിംഗ് ബൂത്തിലേക്ക് പിണറായി വിജയൻ എത്താറുള്ളത്. ആ ദൃശ്യങ്ങൾ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്ന ദൃശ്യങ്ങളാണ്. സന്നദ്ധ സഹചാരികളുണ്ട് അവിടെ. മണ്ഡലത്തിലെത്തിയാൽ പിണറായി വിജയനുള്ള ചില സുഹൃത്തുക്കളുണ്ട്, അവർക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് പിണറായി വിജയൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പിണറായി വിജയൻ വോട്ട് ചെയ്യേണ്ട അമല സ്കൂളിലെ RC അമല ബേസിക് സ്കൂളിലെ 194 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ 194 ബൂത്തിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ 193 നമ്പർ ബൂത്ത് നേരത്തെ പണിമുടക്കിയിരുന്നു. ഷഹദ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും എനിക്ക് തോന്നുന്നു CP നേതാവ് ശ്രീ ചന്ദ്രനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് അതിരാവിലെ തന്നെ സമയം 7:59 കൃത്യം 8 മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. നടന്നാണ് വരുന്നത് അല്ലേ? വാഹനം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നിറങ്ങി നടന്നാണ് വരുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ശശിയെ കാണാം, ഒപ്പം ശ്രീ ചന്ദ്രനെ കാണാം. എനിക്ക് തോന്നുന്നു മറ്റു നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒക്കെ ഉണ്ട്. മുഖ്യമന്ത്രി നടന്ന് വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരികയാണ് കുടുംബസമേതമല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ, കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ നടന്നിട്ടാണ് ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. ഇന്നും ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ നടന്നിട്ടാണ് വരുന്നത്. പിണറായി RC അമല ബേസിക് സ്കൂളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വോട്ട് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. അതിൽ അല്പസമയം മുൻപ് 193 എന്ന് പറയുന്ന ബൂത്തിലെ യന്ത്ര തകരാറുണ്ടായിരുന്നു. അത് പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയുണ്ട്, അതുപോലെ തന്നെ മക്കൾ, അതായത് ചെറുമക്കളൊക്കെ തന്നെയുണ്ട്, അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയുണ്ട്, മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ ഇപ്പോൾ ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ RC അമല ബേസിക് സ്കൂളിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നു. പിണറായിയിലെ RC അമല ബേസിക് സ്കൂളിലെ 194 നമ്പർ ബൂത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വോട്ട് രേഖപ്പെടുത്തുക. ഒപ്പം പാർട്ടി സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്, കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. മകൾ വീണയുണ്ട്, ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന P ശശിയുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം എപ്പോഴും നിഴൽ പോലെ കാണുന്ന നേതാക്കളെയും ഒപ്പം സഹപ്രവർത്തകരെയും ഒക്കെ കാണാം. മുഖ്യമന്ത്രിയോടൊപ്പം CP നേതാവ് ശ്രീ ചന്ദ്രനെയും പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ ഒരു നാട് മുഴുവൻ മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വോട്ടിടാൻ മുഖ്യമന്ത്രി വരുന്നത് തന്നെ ഒരു പ്രൊസഷൻ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നാലെയൊക്കെ പിണറായിയുടെ പ്രിയപ്പെട്ടവർ പിണറായി വിജയനോടൊപ്പം വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത് കാഴ്ചയാണ് കാണുന്നത്. ചരിത്രത്തിലേക്കാണ് ഈ കാൽവെപ്പ് എന്നുള്ളത് പിണറായിക്കറിയാം. ഒന്നുകിൽ മൂന്നാമതൊരു ഊഴം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ആർക്കും സമ്മാനിച്ചിട്ടില്ല. 2 തവണ ഒരു തുടർച്ചയ്ക്ക് ശേഷം 1980 ശേഷം ചരിത്രം പിറന്നത് ഇതേ പിണറായി സർക്കാരിൻ്റെ തുടർച്ച കണ്ടുകൊണ്ടാണ്. ഒരു തുടർച്ച കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇത് കേരള ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുകയും ചെയ്യും. സുപ്രധാനമായ ചരിത്ര നിമിഷത്തിലേക്കാണ് കേരളം കാലെടുത്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ RC അമല ബേസിക് സ്കൂളിലെ 194 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത് കണ്ട് വാഹനങ്ങളിലേക്കുള്ള ആളുകൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അവരെയൊക്കെ കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സാവധാനം നടന്ന് പിണറായിയിലെ RC അമല ബേസിക് സ്കൂളിലേക്ക് എത്തുകയാണ്. 194 നമ്പർ ബൂത്തിലാണ് RC അമല ബേസിക് സ്കൂളിൽ പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നത്. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. അവിടെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെയാണ് പിണറായിയിലുള്ള സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ നടന്നാണ് എത്താറുള്ളത്. അത്രയും ദൃശ്യങ്ങളും നമ്മളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ആ സ്കൂളിലേക്ക് എത്തുന്നു. പോലീസ് സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഒരു നാട് മുഖ്യമന്ത്രിക്കൊപ്പം കുറച്ചധികം ആളുകൾ ഒരു പ്രൊസഷൻ പോലെ നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്നറിയാൻ കൗതുകമുണ്ട്. വലിയ ആത്മവിശ്വാസം നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതേ ആത്മവിശ്വാസം ഉടനീളം മുഖ്യമന്ത്രി അഭിമുഖങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്.
ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി RC അമല ബേസിക് സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. 194 നമ്പർ ബൂത്തിലാണ് പിണറായി RC സ്കൂളിൽ എത്തുന്നത്. കമല ഉണ്ട്, ഭാര്യ, ഒപ്പം തന്നെ മകൾ വീണ വിജയൻ, ശ്രീ ചന്ദ്രൻ, ഒപ്പം P ശശി, പാർട്ടി സെക്രട്ടറി KK രാഗേഷ്, ഒപ്പം പിണറായിയിലെ പ്രാദേശിക നേതാക്കളും ഒക്കെയുണ്ട്. വോട്ട് രേഖപ്പെടുത്താനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ സ്ലിപ്പ് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. കുടുംബത്തിൻ്റെ സ്ലിപ്പ് മകനും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൻ പിണറായി വിജയൻ്റെ മകനുണ്ട്. സാധാരണ വിഷ്വൽ ഫ്രെയിമിൽ അധികം വന്നിട്ടില്ല മകൻ്റെ ദൃശ്യം എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ദുബായിലൊരു ബാങ്കിലാണ്, സ്വകാര്യ ബാങ്കിലാണ് പണിയെടുക്കുന്നത്. പല വിവാദങ്ങളും കത്തി നിൽക്കുമ്പോഴും വീണ വിജയൻ്റെയൊക്കെ പേരിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോഴും ഒടുവിൽ മകൻ്റെ പേരിലുള്ള ആരോപണം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി വളരെ രൂക്ഷമായി പ്രതികരിച്ചതും പിന്നീട് തെളിവുകളൊന്നും അതിൽ ആർക്കും സാക്ഷ്യപ്പെടുത്താനും കഴിഞ്ഞിരുന്നില്ല. ആ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. സാധാരണ ഈ ഫ്രെയിമിൽ ഈ ദിവസം മാത്രമാണ് നമുക്ക് മുഖ്യമന്ത്രിക്കൊപ്പം മകൻ്റെ ചിത്രവും കാണാൻ കഴിയുക. അങ്ങനെ കുടുംബസമേതം മുഖ്യമന്ത്രി ഇപ്പോൾ പിണറായിയിലെ RC അമല ബേസിക് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന ദൃശ്യമാണ്. പിണറായി സ്കൂളിലെ കുറേയധികം വോട്ടർമാർ മുഖ്യമന്ത്രിയുടെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരുമിച്ച് കൂട്ടായി അവർ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നത് പോലെ ഒരുപാട് പേര് മുഖ്യമന്ത്രി അനുഗമിച്ച് അവിടേക്ക് വരുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. പിണറായിയിലെ അമല RC ബേസിക് സ്കൂളിലെ 193 നമ്പർ ബൂത്തിലാണ് LDF സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നത്. ശ്രീ ചന്ദ്രൻ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. എത്രയോ നാളത്തെ രാഷ്ട്രീയ ചരിത്രമാണ് പിണറായിക്കുള്ളത്. 17 വർഷത്തെ പാർട്ടി സെക്രട്ടറി, അതിനുശേഷം അതിനു മുൻപ് ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്ന പിണറായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു നിമിഷത്തിലാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഈ വോട്ട് വിജയിച്ചു വന്നാൽ ചരിത്രത്തിലേക്കാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷമാകും, ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള നിമിഷമാകും അത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ RC അമല ബേസിക് സ്കൂളിലെ 193 നമ്പർ ബൂത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നു. പ്രായം ചെന്നവർക്ക് പ്രത്യേക പരിഗണന പൊതുവെ സാധാരണ വോട്ടർമാർക്ക് നൽകാറുണ്ട്. അതും പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ മന്ത്രി വോട്ട് രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അടുത്തെത്തി ID കാർഡ് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പേര് പോളിംഗ് ഓഫീസർ വിളിക്കും. പിണറായി വിജയൻ, പിണറായി RC അമല സ്കൂളിലെ ഇത്ര നമ്പർ വോട്ടറാണ്. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടല്ല, ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന പിണറായി RC ബേസിക് സ്കൂളിലെ 194 ബൂത്തിലെ മാത്രമായിട്ടാണ്. രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് പിണറായി വിജയനാണെന്ന് ബോധ്യപ്പെടുത്തി. അതിനുശേഷം മൂന്നാമത്തെ പോളിംഗ് ഓഫീസറിലേക്ക് പോയി ഇവിടെ വോട്ടർ സ്ലിപ്പ് വാങ്ങി. മൂന്നാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് വിരലിൽ മഷി പുരട്ടിയ ശേഷം വിരലിൽ മഷി പുരട്ടി ഇപ്പോൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അതിനുശേഷം ഒരുപക്ഷേ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടേക്കാം. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് മുഖ്യമന്ത്രി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സീക്രട്ട് ബാലറ്റിംഗ് ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ബീപ്പ് സൗണ്ട് കേട്ടു. ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷമാണ് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തുന്നത് കാണാൻ നിരവധി ആളുകളാണ് അവിടെ പിണറായിയിലെ അമല RC ബേസിക് സ്കൂളിലെ 194 നമ്പർ ബൂത്തിൽ എത്തിയത്. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് നടന്നു വന്ന് വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തിരിച്ചു മടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ജനാധിപത്യത്തിൻ്റെ സുന്ദര വസന്തോത്സവം, വോട്ടുത്സവത്തിൻ്റെ ഭാഗമാകാൻ മുഖ്യമന്ത്രിയും നാട്ടിലെ താരങ്ങളും പ്രതിപക്ഷ നേതാവും എല്ലാ വിവിധ പാർട്ടിയിലെ നേതാക്കളും അതിരാവിലെ തന്നെ എത്തി എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. ഈ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടൊപ്പം കൊച്ചുമകനുണ്ട്. അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് വോട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തി. വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. മാധ്യമങ്ങളെ കണ്ടേക്കാം. ഒരുപക്ഷെ
ആത്മവിശ്വാസം കൂടുതൽ എടുപ്പിച്ചേക്കാം. പി നേതാവ് ശ്രീ ചന്ദ്രൻ, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, പാർട്ടി സെക്രട്ടറി കെ രാഗേഷ് എന്നിവർ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. ഇപ്പോൾ പഴയ സ്കൂളിൽ അമല പിണറായിയിലെ RC ബേസിക് സ്കൂളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് എത്തിയതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവുക. ധർമ്മടം മണ്ഡലത്തിൽ അബ്ദുൾ റഷീദാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്. മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് കരുതിയതെങ്കിലും പിന്നീട് VP അബ്ദുൾ റഷീദിനെ മട്ടന്നൂരിലേക്ക് നിയോഗിക്കുകയായിരുന്നു. മട്ടന്നൂരിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അതൊരു പാർട്ടി മണ്ണാണ്. കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ഈ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി അമല സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളോടൊരു വാക്ക് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറയുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ജാഗ്രതയോടെ കേരളം വോട്ട് ചെയ്യുന്ന നിമിഷങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ വോട്ടർമാർ കേരളത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. വാദപ്രതിവാദങ്ങൾ കണ്ടു. ഒരു ഭാഗത്ത് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും LDFിൻ്റെയും പ്രചരണം, മറുഭാഗത്ത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിൻ്റെ മറിച്ചുള്ള പ്രചരണം. രണ്ടു പ്രചരണങ്ങളും കണ്ടു. 23 ദിവസം കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പല ബൂത്തുകളിലും പോളിംഗ് തുടങ്ങിയില്ല എന്ന വിവരം കൂടിയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. സാധാരണ നഗരത്തിലെ ബൂത്തുകളിൽ വൈകിയാണ് വോട്ടർമാർ എത്താറുള്ളതെങ്കിലും തിരുവനന്തപുരം നഗരത്തിലും കനത്ത പോളിംഗ് ആണ് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. അതിനുശേഷം തിരുവനന്തപുരത്തെ വിവിധ ബൂത്തുകളിലേക്ക് പോകാം. തിരുവനന്തപുരം നഗരത്തിലെ പല ബൂത്തുകളിലും വലിയ ക്യൂ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാണ് വോട്ട് രേഖപ്പെടുത്താറുള്ളതെങ്കിലും ഇത്തവണ തിരുവനന്തപുരം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിലേക്ക്. മാധ്യമങ്ങളെ